ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന പോർഷനിലെ സ്ട്രെസ് ബിഫോർ എക്സാമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതൊരു പാരഗ്രാഫ് കൈൻഡ് ഓഫ് ലെസൺ ആണ്. ഇതിലൊരു പാരഗ്രാഫ് ഉണ്ടായിരിക്കും. ജസ്റ്റ് നമ്മുടെ റീഡിംഗ് ആ ഒരു എബിലിറ്റിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പാരഗ്രാഫ് ടൈപ്പ് ലെസൺസ് നമ്മുടെ പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നമുക്ക് ജസ്റ്റ് ഒരു പാരഗ്രാഫാണ്, പ്രത്യേകിച്ച് ഒരു സ്റ്റോറിയോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് ഒരു ചെറിയൊരു പാരഗ്രാഫ് അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ലെസൺ, സ്ട്രെസ് ബിഫോർ എക്സാമിനേഷൻ. എക്സാമിന് മുൻപ് ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ കുറിച്ചിട്ടുള്ളൊരു പാരഗ്രാഫാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ചാപ്റ്ററിലോട്ട് പോവാം. The lesson stress before examination explain the cause of exam stress and give practical suggestions to overcome it in a healthy way. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും ഒരു എക്സ്പ്ലനേഷനാണ്, ഒരു കാര്യത്തിനെ കുറിച്ച് വിവരിച്ച് തരികയാണ്. എക്സാമിന് മുൻപ് ഉണ്ടാവുന്ന സ്ട്രെസ്സ്, അതുവഴി ഉണ്ടാവുന്ന നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ കുറച്ച് ഹെൽത്തി വേയിലൂടെ നന്നായിട്ട് നല്ല രീതിയിൽ എങ്ങനെ നമുക്കതിനൊക്കെ മറികടക്കാം, ഓവർകം ചെയ്യാം എന്നുള്ള കുറച്ച് സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന, പ്രാക്ടിക്കലായിട്ടുള്ള ആളുകൾക്ക് ചെയ്താൽ ശരിയാവുന്ന പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് സജഷൻസാണ് ഇതിൽ തരുന്നത്. ചുമ്മാ അഡ്വൈസ് ചെയ്തിട്ട് നന്നാക്കുകയല്ല, കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ബിഗിൻസ് ബൈ ഡിസ്ക്രൈബിങ് സ്ട്രെസ് ആസ് എ നാച്ചുറൽ റിയാക്ഷൻ ഓഫ് ബോഡി ആൻഡ് മൈൻഡ് വെൻ വി ഫേസ് ചാലഞ്ചസ് ഓർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അതിൽ പറയുന്നുണ്ട്, സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റെസ്പോൺസാണ് ബോഡി ആസ് വെൽ ആസ് മൈൻഡിൻ്റെ ഒരു നാച്ചുറൽ പ്രകൃതിദത്തമായിട്ടുള്ളൊരു റെസ്പോൺസാണ്. ഒരു എന്താ പറയുക, ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു വെല്ലുവിളി ഒക്കെ നേരിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിൽ നിന്നോ മൈൻഡിൽ നിന്നോ വരുന്ന ഒരു റെസ്പോൺസാണ്, ഒരു പ്രതികരണമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ദെൻ പിന്നീട് ഈ ലെസണിൽ പറയുന്നത്, ഇൻ ഫാക്ട് എ മോഡറേറ്റ് ലെവൽ ഓഫ് സ്ട്രെസ് ക്യാൻ മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു സ്റ്റഡി, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് പെർഫോം ബെറ്റർ ഇൻ എക്സാമിനേഷൻസ്. എന്നിരുന്നാൽ പോലും അത് നാച്ചുറലായിട്ടുള്ള ഒരു റെസ്പോൺസാണ് സ്ട്രെസ്സ് എന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാൽ പോലും സ്ട്രെസ്സ് ഒരു പരിധി വരെ നമുക്ക് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഒരു മോഡറേറ്റ് ലെവലിൽ മാത്രമേ ഒരു സ്റ്റുഡൻറ്റിന് ഒരു സ്ട്രെസ് ഉണ്ടാവാൻ പാടുള്ളൂ. അവൻ്റെ എക്സാമിനെ കുറിച്ചാവട്ടെ, ക്ലാസ്സിനെ കുറിച്ചാവട്ടെ, എന്തിനെ കുറിച്ചായാലും ഒരു മീഡിയം ലെവൽ സ്ട്രെസ്സേ ഒരു കുട്ടിക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു മീഡിയം ലെവൽ സ്ട്രെസ് ഉണ്ടെങ്കിലാണ് അവൻ എന്തെങ്കിലും പഠിക്കുക, സ്റ്റേ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, എക്സാമിന് മുൻപുള്ള പ്രിപ്പറേഷൻസൊക്കെ ബെറ്റർ ആക്കുക, ആ ഒരു ചെറിയൊരു സ്ട്രെസ്സ് കാരണമായിരിക്കും. ദെൻ ഹൗവർ വെൻ സ്ട്രെസ് ബിക്കം എക്സസീവ്, ഇനി സ്ട്രെസ് എങ്ങാനും കൂടി നമുക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് പിടിച്ചാൽ കിട്ടാത്ത അത്രയും ഒരു എക്സസീവ് സ്ട്രെസ് ആവുകയാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് നെഗറ്റീവ് എഫക്റ്റ്. അപ്പോൾ നമ്മളൊരു മീഡിയം ലെവലിലൊരു സ്ട്രെസ്സാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സാമിന് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. ടെൻഷൻ കൊണ്ട് നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ട് എക്സാമിന് പോകും. പക്ഷേ സ്ട്രെസ്സ് കൂടി ആകെ എന്താ പറയുക, ബോഡി മൊത്തം റിയാക്ട് ചെയ്യുക, നമ്മളെ കൊണ്ട് തീരെ പറ്റുന്നില്ല, ഫുള്ള് വിറക്കുക, അങ്ങനെയൊക്കെ ആയാലുണ്ടാകുന്നൊരു പ്രശ്നം, അത് നെഗറ്റീവ് എഫക്റ്റാണ് നമുക്ക് തരാം. ഒരുപാട് ഫിയറും കൺഫ്യൂഷൻസൊക്കെ വന്നിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് തെറ്റിപ്പോവും, കോൺസെൻട്രേഷൻ തെറ്റിപ്പോവും. അങ്ങനെ എക്സാമിലൊക്കെ വളരെ പൊട്ട മാർക്കൊക്കെ കിട്ടാനും ഈ ഒരു സ്ട്രെസ്സ് കാരണമാവും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് സ്ട്രെസ് എക്സാമിന് വരും. ഒന്ന് നെഗറ്റീവ് സെൻസിലും വരും, ഒന്ന് പോസിറ്റീവ് സെൻസിലും നമുക്ക് സ്ട്രെസ്സ് വരാം. പോസിറ്റീവ് സെൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മീഡിയം ലെവലായിരിക്കും സ്ട്രെസ് ഉണ്ടാവുക. പക്ഷേ നെഗറ്റീവ് സെൻസിൽ പറയുകയാണെങ്കിൽ അവിടെ ഒരു എക്സസീവ് സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവുക, ഒരു ഹൈ സ്ട്രെസ്സാണ് അവിടെ ഉണ്ടായിരിക്കുക. And this lesson explains that exam stress is experienced not only by students but also by teachers and parents. അപ്പോൾ ഒരു എക്സാമിൻ്റെ സ്ട്രെസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതവിടെ സ്റ്റുഡൻസ് മാത്രമല്ല ഫേസ് ചെയ്യുക, അവരുടെ പാരൻസും ടീച്ചേഴ്സും ഒരുപോലെ ആ ഒരു സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ആ ഒരു കാര്യത്തിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്, among them adolescents are the most affected because they are a stage of emotional and physical development and often face high expectations from family, school and society. ഇനി അവരോടൊപ്പം തന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന ആ ഒരു സ്റ്റുഡൻസ് കുറച്ചും കൂടിയും അഡോളിസെൻറ്റ് ഏജിലാണെങ്കിൽ കുറച്ചും കൂടിയും അവർക്ക് എഫക്റ്റ് ചെയ്യും സ്ട്രെസ്സൊക്കെ. അവർ ചെറിയൊരു ഏജിലാണെന്നുണ്ടെങ്കിൽ, ചെറിയ ഒരു
8th 9th 10th ആണെങ്കിൽ തന്നെ അവർക്ക് കുറച്ചും കൂടി ആ സ്ട്രെസ് അവരെ എഫക്റ്റ് ചെയ്യും. കാരണം ആ ഒരു സമയത്ത് അവരെ ഇമോഷണലായിട്ടും ഫിസിക്കൽ ഡെവലപ്മെൻറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് സൊസൈറ്റിക്കും ഇവരെ പറ്റി കുറേ ഹൈ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, ഫാമിലിക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് ഇനി കഴിവുണ്ടോ, അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസും ഫിയറൊക്കെ വന്നിട്ട് ഇവർക്ക് എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര സ്ട്രെസ് ആകാനുള്ള ചാൻസും ഉണ്ട്. ആൻഡ് ഈ ഒരു ലെസൺ ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ റെഡ്യൂസിങ് സ്ട്രെസ്. സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്? പ്രോപ്പർ ഫുഡ് നേരത്തിന് കഴിക്കുക, സഫിഷ്യൻറ്റ് സ്ലീപ്പ് നേരത്തിന് ഉറങ്ങുക, നമുക്ക് എത്ര സമയമാണോ ബോഡിക്ക് ഉറങ്ങേണ്ടത് അത്രയും സമയം തന്നെ ഉറങ്ങുക. ആൻഡ് പോസിറ്റീവ് തിങ്കിങ് ഹെൽപ്പ് സ്റ്റുഡൻസ് സ്റ്റേ കാം ആൻഡ് ഫോക്കസ്ഡ്. നന്നായിട്ട് ചിന്തിക്കുക. എനിക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് തന്നെ കുറച്ച് കാമായിട്ട് ഇരിക്കുക. അതായത് മനസ്സിനെ വളരെ ശാന്തമാക്കി വെക്കുക. വലിയ ഇങ്ങനെ പ്രശ്നങ്ങളും വലിയ സ്ട്രെസ്സൊന്നും ഫിയറൊന്നും അനുഭവിക്കാതെ എല്ലാ മനസ്സിനൊക്കെ ഭയങ്കര ശാന്തമാക്കി വെക്കുക എന്നുള്ളതും സ്ട്രെസ്സ് നമുക്ക് കുറക്കാനുള്ളൊരു റീസണാണ്. നമ്മളെ കൊണ്ട് പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളോട് തന്നെ സംസാരിച്ച് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക. ഇറ്റ് സജസ്റ്റ് ഫോളോയിങ് എ ബ്രെയിൻ ഫ്രണ്ട്ലി ഡയറ്റ്. അപ്പോൾ നമ്മളടുത്ത് പറയുന്നത് ഒരു ബ്രെയിൻ ഫ്രണ്ട്ലി ഡയറ്റ് കീപ്പ് ചെയ്യാനാണ്. അതായത് നമ്മുടെ ബ്രെയിനിനും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ്. അപ്പോൾ ബ്രെയിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ബ്രെയിനിന് ന്യൂട്രിയൻസും അങ്ങനത്തെ കുറച്ച് പ്രോപ്പറായിട്ടുള്ള സംഭവങ്ങളാണ് ബ്രെയിനിന് വേണ്ടത്. കാൽഷ്യം, ഗ്ലൂക്കോസ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ കിട്ടാവുന്ന തരത്തിലുള്ള ഫുഡായിരിക്കണം നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ കൺസ്യൂം ചെയ്യേണ്ട ഫുഡ്. അതൊക്കെ വഴി നമുക്ക് മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യാനും കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ബ്രെയിന് നന്നായി ഫങ്ഷൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം സ്റ്റുഡൻസ് ഷുഡ് അവോയ്ഡ് ജങ്ക് ഫുഡ്സ് ആൻഡ് ഇറഗുലർ ഈറ്റിംഗ് ഹാബിറ്റ്സ്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക എന്നുള്ളതും ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദെൻ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഈ ഒരു ലെസണിൽ പറയുന്നുണ്ട്. ടൈം മാനേജ്മെൻറ്റ് ഇസ് അനദർ കീ ഡിസ്കസ്ഡ് ഇൻ ദിസ് ലെസൺ. ഈ ലെസണിൽ പറയുന്ന അടുത്തൊരു എലമെൻ്റാണ് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൽ സ്റ്റുഡൻസ് ഡെയിലി ടൈം ടേബിളൊക്കെ യൂസ് ചെയ്തിട്ട് 10 മണിക്കൂറെങ്കിലും അവർക്ക് എഫക്റ്റീവായ രീതിയിൽ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എപ്പോഴും നമ്മുടെ ടൈമിനെ 3 കാറ്റഗറി ആക്കി തിരിക്കുക. അതായത് എ എന്ന് പറയുന്ന കാറ്റഗറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ബി എന്ന് പറയുന്ന കാറ്റഗറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് അല്ലാത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്, അതായത് ലെസ് ഇമ്പോർട്ടൻ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ബി എന്നുള്ള ടൈം എടുക്കുക. ദെൻ സി എന്നുള്ളത് നമ്മുടെ നോർമൽ റൂട്ടീൻ, സിമ്പിളായിട്ടുള്ള നമ്മുടെ ഡെയിലി റൂട്ടീൻസ് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ വർക്കും മറ്റും ഓർഗനൈസ് ചെയ്ത് കൺഫ്യൂഷനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു ലെസൺ എൻകറേജ് ചെയ്യുന്നുണ്ട് കുട്ടികളെ അവരുടെ ആ ഒരു ബാലൻസ്ഡ് ലൈഫ് കീപ്പ് ചെയ്ത് പോകാൻ. അതായത് ബോഡി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ബോഡി ഫ്രഷ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, ബോഡി മൈൻഡ് ഫ്രഷ് ആണെങ്കിൽ നമുക്കവിടെ മാർക്കാവട്ടെ എല്ലാ പെർഫോമൻസ് മാർക്ക് എന്നുള്ളൊരു ലെവലിൽ തന്നെയല്ല, എന്താണോ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അതിലേറ്റവും വലിയ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുക നമ്മുടെ ബോഡിയും മൈൻഡൊക്കെ ഏറ്റവും ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും. ഇനി ഡെവലപ്പിംഗ് ഹോബീസ് സച്ച് ആസ് റീഡിങ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക് ക്യാൻ റിഡ്യൂസ് ടെൻഷൻസ് ആൻഡ് പ്രൊവൈഡ് റിലാക്സേഷൻ. നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ എക്സാമിനേക്കാളും കുറച്ച് മുൻപായിട്ട് നമ്മൾ പഠിച്ച് നമുക്ക് ഭയങ്കര എന്താ പറയുക കുറേ നേരം പഠിച്ചിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് നമുക്ക് ചെറിയ ഹോബീസൊക്കെ ചെയ്യാം. ഡ്രോയിങ്ങോ റീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു പഠിച്ചിട്ടുള്ള ആ ഒരു മടുപ്പിൻ്റെ ആ ഒരു സംഭവം നമുക്ക് റിലാക്സ് ചെയ്തെടുക്കാൻ ഇങ്ങനത്തെ ചെറിയ ഹോബീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇത്രയും മെസ്സേജുകൾ അല്ലെങ്കിൽ ഇത്രയും കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന അനദർ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് തിങ്കിങ്ങിനെ പറ്റിയിട്ടാണ്. അവർ തോറ്റാൽ ഇനി എന്താ ചെയ്യുക, തോറ്റാൽ ഇനി ഒന്നുമില്ല, ലൈഫും ഫ്യൂച്ചറൊക്കെ നശിച്ചു എന്നൊക്കെയുള്ള ചിന്തയാണ് കുട്ടികൾക്ക് പിന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്. അപ്പോൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ഹിസ്റ്ററിയിലൊക്കെ വന്നിട്ടുള്ള വലിയ ആളുകൾ അവരൊക്കെയും ലൈഫിൽ ഒരുപാട് തവണ ഫെയിലായിട്ട് എന്താണ് അവരതിൽ നിന്നൊക്കെ അച്ചീവ് ചെയ്ത് വന്നിട്ടുള്ളത്. എല്ലാവരും ലൈഫിൽ മിസ്റ്റേക്സ് ഉണ്ടാക്കും, എല്ലാവരും ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടാക്കും. സോ ഫെയിലിയേഴ്സും മിസ്റ്റേക്സിനെയും ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് മാത്രം എടുക്കുക. അതിനേക്കാൾ അപ്പുറത്ത് അതൊരു വലിയ ദുരന്തമായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന് വിചാരിക്കാതെ അതിനൊക്കെ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്. ഞാൻ പഠിക്കാത്തതുകൊണ്ട് ഞാൻ ഫെയിലായി,
ഞാൻ ഇത്രയും മാത്രം അതിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് കൊടുത്തുകൊണ്ട് ഞാൻ ഇത്രയും മാത്രം അതിന് ഇൻപുട്ട് കൊടുത്തുകൊണ്ട് എനിക്ക് ഇത്രയും കുറഞ്ഞ ഔട്ട്പുട്ടാണ് കിട്ടിയത്. അങ്ങനെയൊക്കെയുള്ളൊരു റിയലൈസേഷൻ മാത്രമാക്കി എടുക്കുക മിസ്റ്റേക്സും ഫെയിലിയറിനൊക്കെ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ജീവിതം തന്നെ നിർത്തിപ്പോയി അല്ലെങ്കിൽ എൻ്റെ ജീവിതം നശിച്ചു എന്നുള്ള ചിന്തയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്ന അനദർ ഒരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ അനദർ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓവറോൾ ഈ ഒരു ലെസൺ ടീച്ച് ചെയ്യുന്നത് എക്സാം സ്ട്രെസ്സിനെ എങ്ങനെയൊക്കെ അത് മാനേജ് ചെയ്യാം, എങ്ങനെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ള ആകെ. സോ താങ്ക് യു.